മുസ്ലിം പണ്ഡിത സഭയായ സമസ്തയുടെ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ ചൊല്ലി പുതിയ വിവാദം. സമസ്തയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് സംഘടനയിലെ ലീഗ് വിരുദ്ധർ വാർത്താക്കുറിപ്പിറക്കിയപ്പോൾ ആ രീതിയിൽ ഒരു കൂടിക്കാഴ്ചയോ പ്രസ്താവനയോ ഉണ്ടായിട്ടില്ലെന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ശാന്തമായി കാര്യങ്ങൾ നീങ്ങുന്ന അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഈ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ഈ സംഘർഷങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ തർക്കങ്ങൾക്ക് ഏറെ നാളത്തെ ഒരു പഴക്കമുണ്ട്. അത് ഒരു പരിധിവരെ രമ്യമായി പരിഹരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഈ റമദാനിന് മുൻപ് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ച നടത്തിയത് ഇതിൻ്റെ പേരിലാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു. ആ വാർത്താക്കുറിപ്പ് പൂർണ്ണമായും നിരാകരിക്കുകയാണ് ലീഗ് നേതൃത്വം. വാർത്താക്കുറിപ്പ് ഇപ്രകാരമാണ്: ആനുകാലിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി തങ്ങളും തമ്മിൽ ചർച്ച നടത്തി. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പൂർവിക നിലപാടുകൾ തുടരണമെന്നും സൗഹൃദ ബന്ധങ്ങൾക്ക് കോട്ടം സംഭവിക്കാതെ തുറന്നു പോകണമെന്നും ഇതിനെ വിഘാതം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ഇരു ഭാഗത്തു നിന്നുണ്ടാവരുതെന്നും ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിൽ ചർച്ച നടത്തി എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തീർത്തും നിരുപദ്രവകരമെന്ന് തോന്നുന്ന ഒരു പ്രസ്താവനയാണ് ഇത്. എന്നാൽ ഇതിനെ ലീഗ് നേതൃത്വം വിലയിരുത്തിയത് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സാഹചര്യമാണ്. മാത്രമല്ല, രാജ്യം വളരെ സങ്കീർണമായി നിൽക്കുന്ന യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ ഭീകരതയ്ക്കെതിരെ ഒന്നിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഒരു പ്രശ്നവുമില്ലാത്തൊരു പ്രശ്നത്തെ ഊതുവീർപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം ഇതിനെ വിലയിരുത്തുന്നത്. അതായത് ഇല്ലാത്ത പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന, ഈ ഒരു വാർത്താക്കുറിപ്പ് പ്രസ്താവന ഇറക്കി എന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പ് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ ലീഗ് നേതൃത്വമൊക്കെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്, ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ രീതിയിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി തങ്ങളും പലയിടങ്ങളിൽ നിന്ന് വെച്ച് കാണാറുണ്ട്. കാണുമ്പോഴെല്ലാം തന്നെ സൗഹൃദ ബന്ധം പുലർത്താറുമുണ്ട്. ഈ സമീപകാലത്ത് ഈ എറണാകുളം കലൂരിൽ നടന്ന സുന്നി കോർഡിനേഷൻ കമ്മിറ്റിയുടെ വഖഫ് സംരക്ഷണ റാലിയുമായി ബന്ധപ്പെട്ട് അന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കാതെ ആ പരിപാടി നടത്തുന്നതിൽ പ്രതിഷേധിച്ച് ആ പരിപാടിയിൽ സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സാഹചര്യമില്ലായിരുന്നു. പകരം ഓൺലൈനായാണ് അദ്ദേഹം പങ്കെടുത്തിരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം വഖഫ് സ്വത്ത് സംരക്ഷണ സമിതി CPIM അനുകൂല കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫാറൂഖ് കോളേജ് പരിസരത്ത് നടത്തിയ ഒരു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ലീഗ് വിരുദ്ധനായിട്ടുള്ള സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കമായിരുന്നു. അന്ന് ലീഗിനെതിരെ അദ്ദേഹം പരോക്ഷ വിമർശനം നടത്തിയിരുന്നു. എന്നാൽ ആ ഒരു വിമർശനത്തെ ലീഗ് നേതൃത്വം ഗൗനിച്ചിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ ഈ ലീഗും സമസ്തയും തമ്മിൽ ഇപ്പോഴും വലിയ പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്, ലീഗ് വിരുദ്ധരുടെ ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് എന്നാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതൊരു സമസ്തയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് എന്ന തരത്തിലാണ് പ്രചരിച്ചത്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ അത്തരമൊരു ചിത്രങ്ങൾ ലഭ്യമല്ല എന്നുള്ളതായിരുന്നു സമസ്തയിലെ ഈ ലീഗ് വിരുദ്ധരായിട്ടുള്ള പക്ഷത്തിന്റെ ഒരു വ്യക്തമാക്കൽ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച വാർത്താക്കുറിപ്പ് തീർത്തും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് നേതൃത്വം പ്രതികരിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ചാണ് ഇപ്പോൾ പുതിയ വിവാദം സമസ്ത ലീഗ് നേതൃത്വങ്ങൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത്. ശരി, റിയാസ് KMR ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.